ഹായ് ഓൾ, എല്ലാവർക്കും ട്രിപ്പിൾ MEDCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും അറിവുള്ളതായിരിക്കും ആ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാം. മെയിനായിട്ടും രണ്ട് പാർട്സ് ആണുള്ളത് അല്ലേ, ഹാർഡ്വെയറും അതുപോലെ സോഫ്റ്റ്വെയറും. ഹാർഡ്വെയർ എന്നുള്ളത് നമുക്കറിയാം എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണുള്ളത്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ്, അതൊക്കെയാണ് എന്താ സോഫ്റ്റ്വെയർ വരുന്നത് അല്ലേ, ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹാർഡ്വെയർ നോക്കാം. ഹാർഡ്വെയറിൽ, കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഏതൊരു പാർട്ടും അതാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. എനി പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ദാറ്റ് യു ക്യാൻ ടച്ച്. വയേഴ്സ്, ദ CD ഡ്രൈവ്, മോണിറ്റർ, ഇതെല്ലാം ഹാർഡ്വെയർ ആണ്. ഇവിടെ കാണാം ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസസ്, ഇൻപുട്ട് ഡിവൈസസ്. ഈ ഇൻപുട്ട് ഡിവൈസസും നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന സ്റ്റോറേജ് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസും ഇതെല്ലാത്തിനും കൂടി ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്, പെരിഫറൽസ് എന്ന് പറയുന്നത്. കൂടാതെ സിസ്റ്റം യൂണിറ്റ്, അപ്പോൾ അതിലാണ് CPU ആൻഡ് മെമ്മറി ചേർന്നിട്ടാണ് സിസ്റ്റം യൂണിറ്റ് വരുന്നത്. മദർ ബോർഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, മദർ ബോർഡാണ് CPU. ദെൻ എക്സ്പാൻഷൻ സ്ലോട്ട്സുകൾ ഉണ്ട് അതിനകത്ത്, അതിനനുസരിച്ച് നമുക്ക് മെമ്മറി ഒക്കെ കൂട്ടാനും ഒക്കെ സാധിക്കും. സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ അപ്പോൾ എന്താണ്, എ സെറ്റ് ഓഫ് ഇലക്ട്രോണിക് ഇൻസ്ട്രക്ഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ് കോംപ്ലക്സ് കോഡ്, അതിനാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ദാറ്റ് മേക്ക് ദ കമ്പ്യൂട്ടർ ടു പെർഫോം ദ ടാസ്ക്. ഏതൊരു ടാസ്ക് ചെയ്യുന്നതിനും ഇന്ന ഇൻസ്ട്രക്ഷൻസ് വേണം, ആ ഒരു ഇലക്ട്രോണിക് ഇൻസ്ട്രക്ഷൻസ്, അതാണ് സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ വിൻഡോസ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അതെന്താണോ വിൻഡോസ് എന്ന് പറയുന്നത് എന്ത് സോഫ്റ്റ്വെയർ ആണ്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ദെൻ നമുക്ക് പാർട്സിനെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ പഠിക്കുന്ന പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU. സോ CPU ഈസ് കൺസിഡർഡ് ആസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ് വിൽ പെർഫോം ഓൾ ദ ടൈപ്സ് ഓഫ് ഡേറ്റ പ്രോസസ്സിംഗ് ഓപ്പറേഷൻ. എല്ലാ ഡേറ്റ പ്രോസസ്സിംഗ് ഓപ്പറേഷൻസ് ചെയ്യുന്നതും, അതുപോലെ സ്റ്റോർസ് ദ ഡേറ്റ, intermediate results സ്റ്റോർ ചെയ്യും, ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, സോ ഇറ്റ് പെർഫോം ഓൾ ടൈപ്പ് ഓഫ് ഡേറ്റ പ്രോസസ്സിംഗ് ഓപ്പറേഷൻ. ഇറ്റ് വിൽ സ്റ്റോർ ദ ഡേറ്റ, സ്റ്റോർ ദ ഇന്റർമീഡിയറ്റ് റിസൾട്ട് ആൻഡ് ഇൻസ്ട്രക്ഷൻ, ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ്. ആൻഡ് ഇറ്റ് കൺട്രോൾസ് ദ ഓപ്പറേഷൻ ഓഫ് ഓൾ പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. To perform എന്താന്ന് പറഞ്ഞു, then it controls the operation of all parts of the computer. A CPU has 3 components. ഏതൊക്കെയാണ് 3 components വരുന്നത്? ഒന്ന് കൺട്രോൾ യൂണിറ്റ്, അടുത്തത് ALU അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, അടുത്തത് മെമ്മറിയാണ്. ഓക്കെ, കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, മെമ്മറി. അടുത്തത് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കാം, CPUവിൻ്റെ 3 പാർട്സ് ആണ്, കൺട്രോൾ യൂണിറ്റ്, ALU ആൻഡ് മെമ്മറി. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ CPU that will direct the operations of the processor. പ്രോസസ്സറിൻ്റെ ഓപ്പറേഷൻസിനെ ഡയറക്റ്റ് ചെയ്യുന്നത് ആരാണ്, കൺട്രോൾ യൂണിറ്റ് ആണ്. And it tells the computer's memory, arithmetic logic unit and input and output devices how to respond to a program's instructions. However, the control unit does not process any data. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാ പാർട്സിനെയും എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന, ഓപ്പറേഷൻസ് ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ടെൽ ദ കമ്പ്യൂട്ടർ മെമ്മറി, അതുപോലെ ALU ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ഇതിനോടൊക്കെ ഹൗ ടു റെസ്പോണ്ട് ടു എ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് CU ആണ്, അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് ആണ്. പക്ഷെ ഇത് ഒരു ഡേറ്റയും പ്രോസസ്സ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ദെൻ ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് അഥവാ ALU, ഇറ്റ് ഈസ് ദ ലോജിക്കൽ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഇറ്റ് ഈസ് ദ ലോജിക്കൽ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. വെൻ എനി മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഓർ ഡിസിഷൻ ഓർ ലോജിക് നീഡ്സ് ടു ബി ക്യാരിഡ് ഔട്ട്, ദ ഇൻസ്ട്രക്ഷൻ ഈസ് പാസ്ഡ് ഓൺ ടു ദ ALU. എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷനോ, അതായത് അരിത്തമെറ്റിക് ഓപ്പറേഷനോ ലോജിക്കൽ ഓപ്പറേഷനോ നടത്താനുണ്ടെങ്കിൽ ദാറ്റ് വിൽ പാസ് ടു ദ ALU. So the ALU thinks in bits. Bits means binary digits. Bits എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോസും വൺസും ചേർന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബൈനറി ഡിജിറ്റ്സ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് എന്ത്, ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 8 ബിറ്റ് ചേർന്നാൽ ഒരു ബൈറ്റ് ആകും, നമുക്കറിയാം.
Then it is made up of a group of memory location. ALU. ALU is made up of a group of memory location built directly into the CPU called registers. Arithmetic and logic unit that is made up of registers. And these are used, എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? To hold the data. ബൈനറി ഇൻഫോർമേഷൻ ആണ് ഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ദീസ് ആർ യൂസ് ടു ഹോൾഡ് ദ ഡേറ്റ ദാറ്റ് ആർ ബീയിങ് പ്രോസസ്ഡ് ബൈ ദ കറണ്ട് ഇൻസ്ട്രക്ഷൻ. കറണ്ട് ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റാസ് ഹോൾഡ് ചെയ്യുന്നു. ആ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ALU യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ALUവിലാണ് ഈ ഒരു പ്രോസസ്സിങ് അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻസ് നടക്കുന്നത്. അരിത്തമെറ്റിക് ആയാലും ലോജിക്കലായാലുമുള്ള പ്രോസസ്സ് നടക്കുന്നത്. സോ ഇത് ഫോം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? രജിസ്റ്റേഴ്സ് കൊണ്ടാണ്. ആൻഡ് ഈ ഒരു കറണ്ട് ഇൻസ്ട്രക്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ ആ ഡേറ്റാസിനെയൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആരാണ്? ALU ആണ്. ആൻഡ് ദെൻ മെമ്മറി. മെമ്മറി എന്ന് പറയുമ്പോൾ തന്നെ പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി ഉണ്ട്. ഇപ്പോൾ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെമ്മറി ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ഇറ്റ് സെൽഫ് ആൻഡ് നെസസറി ഫോർ ഇറ്റ്സ് ഫങ്ഷനിങ്. അത് മസ്റ്റാണ്. പ്രൈമറി മെമ്മറി വേണം ആ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ഇറ്റ് സെൽഫ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് മെയിൻലി ഓഫ് 2 ടൈപ്സ് ഓഫ് മെമ്മറീസ്. ഏതൊക്കെയാണ്? റാൻഡം ആക്സസ് മെമ്മറി RAM, റീഡ് ഓൺലി മെമ്മറി ROM. റാൻഡം ആക്സസ് മെമ്മറി അഥവാ റാമും റീഡ് ഓൺലി മെമ്മറി ആയ റോമുമാണുള്ളത്. ദെൻ RAM. ഇറ്റ് ഈസ് ദ ഇന്റേണൽ മെമ്മറി ഓഫ് ദ CPU for storing the data, program and program result. അപ്പോൾ RAM അല്ലെങ്കിൽ RAM എന്ന് വെച്ചാൽ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. റാൻഡം ആക്സസ് മെമ്മറി ഈസ് ദ മെമ്മറി ഓഫ് ദ CPU for storing the data, for storing the program and the program result. It is read or write memory which stores the data until the machine is working. It will store the data until the machine is working. As soon as the machine is switched off, data will be erased. അപ്പോൾ ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം വരെ എന്തായിരിക്കും? ഇറ്റ് വിൽ റീഡ്, അതുപോലെ റൈറ്റ് ദ മെമ്മറി ഡേറ്റ. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറിയാണ് റീഡ് ഓർ റൈറ്റ് ദ ഡേറ്റ. പക്ഷെ ആ മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നേരമുള്ള ആ ഡേറ്റാസ് എന്താവും? ഇറേസ് ആകും. സോ RAM ഈസ് വൊളാട്ടൈൽ ഇൻ നേച്ചർ. വൊളാട്ടൈൽ. അപ്പോൾ ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഏതാണ് വൊളാട്ടൈൽ, ഏതാണ് നോൺ വൊളാട്ടൈൽ എന്ന്. വൊളാട്ടൈൽ എന്ന് പറഞ്ഞാൽ the data stored in the memory will be lost when we switch off the computer or if there is a power failure. Power failure ഉണ്ടാവുമ്പോഴോ സ്വിച്ച് ഓഫ് ചെയ്താലോ അപ്പോഴുള്ള ആ മെമ്മറിയിലുള്ള ഡേറ്റാസ് എന്ത് ചെയ്യും? ലോസ് ആയി പോവുകയാണെങ്കിൽ that type of memory is called volatile memory. And hence a backup uninterruptible power system അല്ലെങ്കിൽ uninterruptible power supply UPS is often used with the computers. അതുകൊണ്ടാണ് നമ്മൾ UPS സാധാരണ യൂസ് ചെയ്യാറുള്ളത് അല്ലേ? അതായത് പെട്ടെന്ന് ഓഫായി പോകരുത്, അതായത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ ഡേറ്റാസ് ഇറേസ് ആയി പോകും. സോ റാമിൻ്റെ ആ മീനിങ് മനസ്സിലായെന്ന് കരുതുന്നു. വൊളാട്ടൈൽ എന്നുള്ള കാര്യം ഓർക്കാം. ആൻഡ് ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റാംസ് ഉണ്ട്. ഫസ്റ്റ് പറയുന്നത് DRAM, ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. It is a type of physical memory used in most personal computer. The term dynamic indicate that the memory must be constantly refreshed. Dynamic ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? The memory must be constantly refreshed or it loses its content. This type of memory is more economical. അടുത്തത് സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി. എന്താണ് സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി? SRAM എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മെമ്മറി ദാറ്റ് ഈസ് ഫാസ്റ്റർ ആൻഡ് ലെസ് വൊളാട്ടൈൽ ദാൻ DRAM. സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മെമ്മറി ദാറ്റ് ഈസ് ഫാസ്റ്റർ, അതുപോലെ ലെസ് വൊളാട്ടൈൽ ദാൻ DRAM. DRAMനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്താണ്? ലെസ് വൊളാട്ടൈലാണ്, ഇറേസ് ആയി പോകില്ല എന്നുള്ളൊരു മീനിങ്ങിലാണ് പറയുന്നത്. ബട്ട് ഇറ്റ് വിൽ റിക്വയർ മോർ പവർ ആൻഡ് ഈസ് മോർ എക്സ്പെൻസീവ് ഓൾസോ. The term static is derived from the fact that it does not need to be refreshed like a DRAM. DRAM പോലെ ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് സ്റ്റേഷനറി, ഇറ്റ് ഈസ് സ്റ്റാറ്റിക്. ആ ഒരു മീനിങ്ങിലാണ് സ്റ്റാറ്റിക് RAM എന്ന് പേര് വന്നിരിക്കുന്നത്. But it will require more power and it will be more expensive.
Then the third type is SDRAM. SDRAM, synchronous dynamic random access memory. Synchronous DRAM. It is a type of DRAM that has a much higher processing speed. Higher processing speed. At the read only memory. Read only memory എന്ന് പറയുന്നത് ROM. The primary memory നമ്മൾ പറഞ്ഞു random access memory ഉണ്ട്, read only memory ഉണ്ട്. And the memory from which we can only read but cannot write on it. അതാണ് read only memory എന്ന് പറയുന്നത്. The memory from which we can only read but cannot write on it. And this type of memory is നോൺ വൊളാറ്റൈൽ ഇൻ നേച്ചർ. നോൺ വൊളാറ്റൈൽ എന്ന് പറയുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്താൽ അല്ലെങ്കിൽ പവർ സപ്ലൈ കട്ടായാലും ഒന്നും എന്ത് ചെയ്യില്ല, ഇറേസ് ആയി പോവില്ല. സോ ദ ഇൻഫോർമേഷൻ ഈസ് സ്റ്റോർഡ് പെർമനൻ്റ്ലി ഇൻ സച്ച് മെമ്മറീസ് ഡ്യൂറിങ് മാനുഫാക്ചർ ടൈം. മാനുഫാക്ചർ ടൈമിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബിഗിനിങ് ടൈമിൽ നമ്മൾ ടേൺ ഓൺ ചെയ്യുന്ന സമയത്ത് ആ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് റോമിലാണ്. ഓക്കെ, അത് റീസ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലെ റിഫ്രഷ് ചെയ്തിരിക്കുന്നത് ബൂട്ട് സ്ട്രാപ്പിലാണ്. ബൂട്ട് സ്ട്രാപ്പ്. ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോം ആർ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോം ഏതൊക്കെയാണ്? ഒന്ന് മാസ്ക്ഡ് റോം. മാസ്ക്ഡ് റോം അല്ലെങ്കിൽ MROM. ഇപ്പോൾ റോമിൻ്റെ തന്നെ വെരി ഫസ്റ്റ് ടൈപ്പാണ് they were hardwired devices, hardwired devices that contained a pre-programmed set of data or instruction. These kinds of ROMs are known as masked, which are inexpensive. The MROM cannot be programmed by the user. മാനുഫാക്ചറിങ് ടൈമിൽ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ, പിന്നീട് അത് യൂസറിന് ചേഞ്ച് ചെയ്യാനൊന്നും സാധിക്കില്ല. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് മാസ്ക്ഡ് റോം. അടുത്തത് PROM അല്ലെങ്കിൽ പ്രോം, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാമബിൾ റോം. സോ ഇതിൽ ആ പേരിൽ തന്നെ അറിയാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഗ്രാം ചെയ്യാൻ പറ്റും. It is read only memory that can be modified only once by a user. It is a read only memory that can be modified only once by a user. Modify ചെയ്യാൻ പറ്റും, modified only once by a user. The user buys a blank PROM and enters the desired content using a PROM program. അപ്പോൾ ഓൾറെഡി മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൽ ഫില്ല് ചെയ്തിട്ടില്ല അല്ലെ പ്രോഗ്രാം ചെയ്തിട്ടില്ല. സോ ഇത് ഈ PROM എന്ത് ചെയ്യും? യൂസർ ബൈ ചെയ്തിട്ട് അതിൽ ഒരു തവണ അതിൽ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതാണ് EEPROM, ഇറേസബിൾ ആൻഡ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. സോ അതിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇറേസ് ചെയ്തിട്ട് ഒന്നുകൂടി പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും അല്ലേ. സോ EEPROM ഈസ് എ ടൈപ്പ് ഓഫ് പ്രോം വിച്ച് ക്യാൻ ബി പ്രോഗ്രാംഡ് ബൈ ദ യൂസർ മൾട്ടിപ്പിൾ ടൈം. EEPROM is erased by exposing it to ultraviolet light for a duration of up to 40 minutes. ഒരു 40 മിനിറ്റോളം അൾട്രാവയലറ്റ് റേഡിയേഷനിൽ പിടിച്ചിട്ടാണ് EEPROM എന്ത് ചെയ്യുന്നത്? ഇറേസ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും പ്രോഗ്രാം ചെയ്യാം. യൂഷ്വലി ആൻ EEPROM eraser achieves this. EEPROM eraser achieve this function. ഇറേസർ ആണ് ഇത് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഡബിൾ EEPROM, electrically erasable and programmable ROM. The EEPROM is programmed and erased electrically. Ultraviolet ray use ചെയ്തിട്ടല്ല, എന്ത് ചെയ്തിട്ടാണ്? Electrically. It can be erased and reprogrammed about 10,000 times. It can be erased and reprogrammed about 10,000 times. Both erasing and programming take about 4 to 10 milliseconds. അപ്പോൾ ഇറേസ് ചെയ്യാനാണെങ്കിലും അതുപോലെ പ്രോഗ്രാം ചെയ്യാനാണെങ്കിലും ഒക്കെ 4 മുതൽ 10 milliseconds അത്രയും ടൈംസ് ആണ് എടുക്കുകയുള്ളൂ. ഓക്കെ, സോ ഈ EEPROM എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൾട്രാവയലറ്റ് റേ യൂസ് ചെയ്തിട്ടല്ല, ഇലക്ട്രിക്കൽ യൂസ് ചെയ്തിട്ടാണ് അത് ഇറേസ് ചെയ്യുന്നത്. സോ അത് നമുക്ക് ഒരുപാട് തവണ ഇറേസ് ചെയ്യാനും പിന്നെയും പ്രോഗ്രാം ചെയ്യാനും സാധിക്കും, ഒരു 10,000 ടൈംസ് ഒക്കെ എന്ന് പറയുന്നു. നെക്സ്റ്റ്, ഇത്രയും നമ്മൾ ഞാൻ പറഞ്ഞത് പ്രൈമറി മെമ്മറി ആയിരുന്നു, റാമും റോമും. ഇനിയുള്ളത് സെക്കൻഡറി സ്റ്റോറേജ് ആണ്. സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജ് അഥവാ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസ്. നമുക്കറിയാം ഫ്ലോപ്പി ഡിസ്ക്, അതുപോലെ ഹാർഡ് ഡിസ്ക്, ടേപ്പ്, ഒപ്റ്റിക്കൽ ഡിസ്ക്. ദീസ് ഓൾ കംസ് അണ്ടർ the category of external storage devices or
auxiliary storage devices. And these devices are very sensitive to environmental condition, that is humidity and temperature കാരണം external ആണ്, as well as to external magnetic field and need to be stored carefully, and they are not compulsory for the functioning of the computer. നമ്മൾ പറഞ്ഞിരുന്നു പ്രൈമറി മെമ്മറി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ദ കമ്പ്യൂട്ടർ, അതില്ലാതെ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് കമ്പൽസറി ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ദ കമ്പ്യൂട്ടർ ബട്ട് ആർ യൂസ്ഫുൾ ഫോർ എക്സ്പാൻഡിങ് ദ കമ്പ്യൂട്ടേഴ്സ് മെമ്മറി. അടുത്തത് ഫ്ലോപ്പി ഡിസ്ക്. ഫ്ലോപ്പി ഡിസ്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന PCസിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇൻഫോർമേഷൻ ഓൺ എ ഫ്ലോപ്പി ഡിസ്ക് ഈസ് റെക്കോർഡഡ് in the magnetized states of particles of iron oxides evenly placed upon concentric circle known as tracks. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ട്രാക്ക്, ഒരു ട്രാക്ക് എന്നാണ് അതിന് പേര് പറയുന്നത്. മാഗ്നറ്റൈസ്ഡ് സ്റ്റേറ്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് അയൺ ഓക്സൈഡ്സ് കോൺസെൻട്രിക് സർക്കിൾസിൽ വെച്ച് അങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തേക്കുവാണ് അയൺ ഓക്സൈഡ് പാർട്ടിക്കിൾ. അതിൻ്റെ മാഗ്നറ്റൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡേറ്റ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അയൺ ഓക്സൈഡ് പാർട്ടിക്കിൾസിനെ മാഗ്നറ്റൈസ് ചെയ്തിട്ടാണ്. അടുത്തത് ഹാർഡ് ഡിസ്ക്. ഇതാണ് ഹാർഡ് ഡിസ്കിൻ്റെ ഒരു പിക്ചർ. So it is a non-removable enclosed magnetic disk included in most of the PC. It is a non-removable enclosed magnetic disk included in most of the PC. It contains a stack of metal platter. കുറേ മെറ്റൽ പ്ലാറ്റേഴ്സിന് അടുക്കി വെച്ചിട്ടുള്ളവരെയാണ്. ആൻഡ് ഈച്ച് കോട്ടഡ് വിത്ത് അയൺ ഓക്സൈഡ് ആൻഡ് ദാറ്റ് വിൽ സ്പിൻ ഓൺ എ സ്പിൻഡിൽ ആൻഡ് ദ എൻറ്റയർ യൂണിറ്റ് ഈസ് എൻകേസ്ഡ് ഇൻ എ സീൽഡ് ചേംബർ. So this is hard disk. Next is the magnetic tape. This is a plastic tape usually made of mylar sheet കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. And that is coated with the iron oxide, thereby enabling the introduction. Introduction means writing of the data, then retention memory and reading of the magnetically recorded information. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ടേപ്പ് അധികം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് വെരി ഓഫൺ. ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ് അഥവാ ODD, ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ്. It is a disk drive that uses the laser light or electromagnetic wave for the reading or writing data. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ ലേസർ ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ CD-യിൽ അല്ലേ, നോർമലി CD-ROM എന്ന് നമ്മൾ പറയും, ഒപ്റ്റിക്കൽ ഡിസ്കിൽ നമ്മൾ ഡേറ്റാസ് റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. സോ CD-ROM ഈസ് എ പ്രീ-പ്രസ്ഡ് ഒപ്റ്റിക്കൽ കോമ്പാക്ട് ഡിസ്ക് വിച്ച് കണ്ടെയ്ൻ ദ ഡേറ്റ. കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി, അതാണ് CD-ROM എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ സിംപ്ലി CD എന്ന് പറയും, അത് കോമ്പാക്ട് ഡിസ്ക് ROM എന്താണ്, റീഡ് ഓൺലി മെമ്മറിയാണ്. അടുത്ത USB എന്ന് പറയുമ്പോൾ USB ഫ്ലാഷ് ഡ്രൈവ്. ഇതാണ് USBന്റെ പിക്ചർ, എല്ലാവർക്കും അറിയുന്നതാണ്. സോ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് USB ഡ്രൈവ്, USB സ്റ്റിക്ക് ആൻഡ് വെറൈറ്റി ഓഫ് അതർ നെയിംസ് ഉണ്ട്, പെൻ ഡ്രൈവ് എന്നൊക്കെ നമ്മൾ പറയും. സോ ഇറ്റ് ഈസ് അഗെയിൻ എ ഡേറ്റ സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഇൻക്ലൂഡ് എ ഫ്ലാഷ് മെമ്മറി വിത്ത് ആൻ ഇൻ്റഗ്രേറ്റഡ് USB ഇൻ്റർഫേസ്. അപ്പോൾ ഇത് ഫിസിക്കലി മറ്റ് ആദ്യം പറഞ്ഞ ഹാർഡ് ഡിസ്ക് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോളാണ്. എന്നിരുന്നാലും കൂടുതൽ കപ്പാസിറ്റി, മെമ്മറി കപ്പാസിറ്റി ഉള്ള വളരെ സ്മോളറായിട്ടുള്ള USB ഫ്ലാഷ് ഡ്രൈവ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ദെൻ പെരിഫറൽസ്, നമ്മൾ മെമ്മറി പറഞ്ഞു. ദെൻ പെരിഫറൽ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ദ ഡിവൈസസ് കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ എക്സ്റ്റേണലി. If a peripheral device is disconnected, the computer will still be able to work, only the function performed by the peripheral device will not work. അതായത് ഈ പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുന്നത് ഇപ്പോൾ മോണിറ്റർ അല്ല, പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ കീബോർഡ്, മൗസ് എന്നിവയൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴും ആ ഒരു ഇപ്പോൾ മൗസ് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ മൗസ് കൊണ്ടുള്ള ഓപ്പറേഷൻസ് നടക്കില്ല എന്നേ ഉള്ളൂ, പക്ഷെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. അങ്ങനെയുള്ളതാണ് പെരിഫറൽസ് എന്ന് പറയുന്നത്.
So first one, keyboard നോക്കാം. The most common and very popular input device which helps in inputting the data to the computer. It consists of the key that are capable of inputting alphabet, numbers, special characters, etc. We can also navigate using the keyboard and perform the shortcut function. Shortcut functions use ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കും, നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തത് മൗസ്. മൗസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ പോയിന്റിംഗ് ഡിവൈസ് and cursor control device having a small palm size box with a round ball at its base, and that will sense the movement of the mouse and sends the corresponding signal to CPU when the mouse buttons are pressed. അപ്പോൾ അതാണ് മൗസ് എന്ന് പറഞ്ഞ മറ്റൊരു പെരിഫറൽ ഡിവൈസ് ആണ്. ദെൻ മോണിറ്റർ സെപ്പറേറ്റ്ലി ആയിട്ട് പറയുമ്പോഴാണ് പറഞ്ഞത്. നമ്മളെപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ പി സിയുടെ കാര്യം ഓർക്കുക. മൗസ് സെപ്പറേറ്റ്, കീബോർഡ് സെപ്പറേറ്റ്, ഡിസ്പ്ലേ സെപ്പറേറ്റ് എന്ന് പറയുമ്പോൾ കേട്ടോ. മോണിറ്റേഴ്സ് കോമൺലി കോൾഡ് ആസ് ദ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അഥവാ VDU ആർ ദ മെയിൻ ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസ് ഒക്കെ എന്താണ്, പെരിഫറൽ ഡിവൈസസ് ആണ്. ഇറ്റ് ഫോംസ് ഇമേജസ് ഫ്രം ദ ടൈനി ഡോട്ട് കോൾഡ് പിക്സൽ. ടൈനി ഡോട്ട്സ്, പിക്സൽ എന്നാണ് പേര്. അതിൽ നിന്നാണ് ആ ഒരു ഓരോ ഇമേജും നമ്മുടെ മോണിറ്ററിൽ ഫോം ചെയ്യുന്നത്. ആൻഡ് ദേ ആർ അറേഞ്ച്ഡ് ഇൻ എ റെക്ടാങ്കുലർ ഫോം. ഈ പിക്സൽ എന്ന് പറയുന്നത് ദ ഷാർപ്നെസ് ഓഫ് ദ ഇമേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് പിക്സൽ. ഒരുപാട് നമ്പർ ഓഫ് പിക്സൽസ് ചേർന്നിട്ടാണ് ഒരു ഇമേജ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ക്ലിയർ, അല്ലെങ്കിൽ ആ ഇമേജിൻ്റെ ഷാർപ്നെസ് കൂടുതലായിരിക്കും. സൂം ചെയ്ത് പോകുമ്പോൾ ക്ലാരിറ്റി കുറഞ്ഞു വരുവാണ്, വളരെ മോശമായിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ എന്താണ്, ആ ഒരു പിക്സൽ കുറവാണ്, അതുകൊണ്ടാണ്. ദെൻ നെക്സ്റ്റ് അടുത്ത ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ. സോ ഇറ്റ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് വിച്ച് ഈസ് യൂസ് ടു പ്രിന്റ് ഇൻഫോർമേഷൻ. അത് തന്നെ ഇമ്പാക്ട് പ്രിന്റർ ഉണ്ട്, നോൺ ഇമ്പാക്ട് പ്രിന്റർ ഉണ്ട്. ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ പ്രിന്റ് ദ ക്യാരക്ടേഴ്സ് ബൈ സ്ട്രൈക്കിംഗ് ദം ഓൺ ദ റിബൺ വിച്ച് ഈസ് ദെൻ പ്രസ്ഡ് ഓൺ ദ പേപ്പർ. ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ പ്രിന്റ് ദ ക്യാരക്ടേഴ്സ് ബൈ സ്ട്രൈക്കിംഗ് ദം ഓൺ ദ റിബൺ വിച്ച് ഈസ് ദെൻ പ്രസ്ഡ് ഓൺ ദ പേപ്പർ. ഒരു റിബൺ ഉണ്ട്, ഓക്കെ, ആ ക്യാരക്ടേഴ്സ് അതിലൊരു ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പാർട്ടുണ്ട് മെറ്റാലിക്, അത് വന്ന് റിബണിൽ അടിച്ച്, റിബൺ എന്തിലേക്ക് ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്, പേപ്പറിലേക്ക് ടച്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് അതിൽ പ്രിന്റിങ് നടക്കുന്നത്. ഇനി നോൺ ഇമ്പാക്ട് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇമ്പാക്ട് ഓഫ് അതില്ല. ഓക്കെ, സോ വിത്തൗട്ട് യൂസിങ് റിബൺ ആണ് വരുന്നത്. ആൻഡ് ദീസ് പ്രിന്റേഴ്സ് പ്രിന്റ് എ കംപ്ലീറ്റ് പേജ് അറ്റ് എ ടൈം. സോ ഒരു കംപ്ലീറ്റ് പേജ് ഒരേ സമയത്ത് പ്രിന്റ് ചെയ്തെടുക്കും. എന്നിട്ട് ഇതാണെങ്കിൽ ഒരു ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ചെയ്യാം. സോ ദേ ആർ ഓൾസോ കോൾഡ് ആസ് പേജ് പ്രിന്റർ. സോ നോൺ ഇമ്പാക്ട് പ്രിന്ററിനാണ് എന്ത് പറയുന്നത്, പേജ് പ്രിന്റർ. ലേസർ പ്രിന്റർ, ഇങ്ക് ജെറ്റ് പ്രിന്റേഴ്സ് ഒക്കെ എക്സാമ്പിൾ ആണ് നോൺ ഇമ്പാക്ട് പ്രിന്ററിന്. അടുത്ത ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ജോയ്സ്റ്റിക്. സോ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു മൂവ് ദ കൾസർ പൊസിഷൻ on a monitor screen. You mainly used on a computer aided designs CAD and playing the games, computer games. Next is scanner. A scanner allow you to scan the printed material and convert it to a file format that may be used within the PC. അപ്പോൾ നമ്മളൊരു പ്രിന്റഡ് ഫോർമാറ്റിൽ നമ്മൾ സോഫ്റ്റ് കോപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്കാൻ ചെയ്യുന്നത്. സോ സ്കാനർ. ദെൻ നെക്സ്റ്റ് peripheral device is plotter എന്തിനാണ്, it is used to create high quality visuals on a paper. They are used in applications such as computer aided design, CAD ഓപ്പറേഷനിൽ, സിവിൽ ഡ്രോയിങ്സ്, ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അങ്ങനെ വലിയ ഒരു CAD ഡ്രോയിങ്സ്, ആ ഡിസൈൻ ഡ്രോയിങ്സിനകത്തൊക്കെ നമ്മൾ ആ ഒരു പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽസ് പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലോട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതൊരു ബിഗർ സൈസിലായിരിക്കും. ദാറ്റ് വിൽ ഗീവ് എ ഹാർഡ് കോപ്പി ഓഫ് ദ ഔട്ട്പുട്ട്. ഇറ്റ് ഡ്രോസ് ദ പിക്ചേഴ്സ് ഓൺ എ പേപ്പർ യൂസിങ് എ പെൻ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് പ്രസന്റേഷൻ ചാർട്ട്, ഗ്രാഫിക്സ്, ടേബിൾസ് ആൻഡ് ഹൈ ക്വാളിറ്റി ടെക്നിക്കൽ ഡ്രോയിങ്. ദർ ആർ 2 types ഓഫ് പ്ലോട്ടർ. ഡ്രം പ്ലോട്ടർ ഉണ്ട്, ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ ഉണ്ട്. ഡ്രം പ്ലോട്ടർ ഉണ്ട്, ഇതൊരു ഡ്രം ഉണ്ട്, ഡ്രമ്മിലൂടെ പേപ്പർ പാസ് ചെയ്ത് പോകുന്നു. ഇവിടെ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്നാണ്.
Drum plotter എന്ന് പറഞ്ഞാൽ the paper is placed over the drum and that rotate back and forth. A carriage holding one or more pen that is mounted horizontally across the drum. And the carriage with the pens moves horizontally over the paper. Each pen could be filled with a different color. And this plotter has the ability to produce the color picture. ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ ആണെങ്കിൽ പേപ്പർ മൂവ് ചെയ്യുന്നേയില്ല. ദ ക്യാരേജ് ഹോൾഡിംഗ് ദ പെൻ ആൻഡ് ദാറ്റ് ഷുഡ് പ്രൊവൈഡ് ഓൾ ദ മോഷൻ. ഇങ്ക്ജെറ്റ് പ്ലോട്ടേഴ്സ് ക്യാൻ ഓൾസോ പ്രൊഡ്യൂസ് ലാർജ് ഡ്രോയിങ് വിത്ത് എ ഡിഫറെൻറ്റ് കളർ. ഡ്രം പ്ലോട്ടറും ഉണ്ട്, ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും ഉണ്ട്. ഡ്രമ്മിനകത്താണെങ്കിൽ ഡ്രമ്മിലേക്ക് പേപ്പർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പേപ്പറും മൂവ് ചെയ്യും, പെന്നും ഹൊറിസോണ്ടലി മൂവ് ചെയ്യും. ഇനി ഫ്ലാറ്റ് ബെഡിലാണെങ്കിൽ പേപ്പർ മൂവ് ചെയ്യില്ല, പെൻ തന്നെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നെക്സ്റ്റ് ലൈനിൽ വരുമ്പോഴും അത് മൂവ് ചെയ്തു. സോ ഇത്രയാണ് നമുക്ക് പ്രധാനപ്പെട്ട പാർട്സ് ഒക്കെ വരുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്. താങ്ക് യു.